മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി നമ്മുടെ നാടുകളിൽ നിന്ന്, ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ മക്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം പൂർണ്ണ പ്രതിഫലം ലഭിക്കുന്ന ഹജ്ജ് നിർവഹിക്കുവാനും അതുവഴി അള്ളാഹുവിന് പ്രിയപ്പെട്ടവരും സ്വർഗാവകാശികളുമായി തീരുവാനും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾക്ക് അല്ലാഹു ഹജ്ജിന് പോകാനുള്ള ഈമാനും തഖ്വയും സാമ്പത്തികമായ ഭദ്രതയും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഹജ്ജ് കർമ്മം, നാട്ടിൽ നിന്നു അതിനുവേണ്ടിയുള്ള യാത്രകൾ, ബലിപെരുന്നാളിൻ്റെ മുമ്പായി നടത്തേണ്ട ഉളുഹിയത്ത് കർമ്മങ്ങൾ, ഇവയെല്ലാം നമ്മൾ സംസാരിക്കുമ്പോൾ ഇസ്ലാമികമായി ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രത്തിലൂടെ നമ്മൾ ചില കാര്യങ്ങൾ സംസാരിക്കൽ നിർബന്ധമാണ്. ഒരു ചെറിയൊരു ആമുഖം മാത്രമാണ് ഇന്നത്തെ ഖുത്ബയിൽ ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കണമെന്ന് ഉദ്ദേശിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ 4 പ്രദേശങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. പെട്ടെന്ന് ചില കാര്യങ്ങൾ പറയാണ്. ഒന്നാമത്തേത് ഇറാഖാണ്. ഇറാഖിലെ ഊർ എന്ന പട്ടണത്തിലാണ് ഇബ്രാഹിം നബി ജനിച്ചത്. രണ്ടാമത്തേത് ഫലസ്തീനാണ്. ഇറാഖിൽ നിന്ന് ആദ്യമായി പാലായനം നടത്തിയ സ്ഥലമാണ് ഫലസ്തീൻ. അവിടെയാണ് ഒന്നാമത്തെ ഭാര്യ സാറയോടൊപ്പം ഇബ്രാഹിം നബി താമസിച്ചത്. അവിടെയാണ് ഒന്നാമത്തെ മകൻ ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചത്, ഫലസ്തീൻ. മൂന്നാമത്തെ സ്ഥലം ഈജിപ്താണ്. ഫലസ്തീനിൽ നിന്ന് ഇബ്രാഹിം നബിയും ഭാര്യ സാറയും ഇടക്കിടക്ക് സന്ദർശിക്കുന്ന, യാത്ര പോകുന്ന സ്ഥലമാണ് ഈജിപ്ത്. ആ യാത്രയിലാണ് അവിടെയുള്ള രാജാവ് ഭാര്യ സാറയോട് മോശമായി പെരുമാറുകയും അള്ളാഹു അതിന് തടയിടുകയും പ്രായശ്ചിത്തമായി സാറക്ക് ഹാജറ എന്ന രാജാവിന്റെ കീഴിലുണ്ടായിരുന്ന സഹോദരിയെ നൽകുകയും ചെയ്തത്. ആ ഹാജറയാണ് പിന്നീട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ രണ്ടാമത്തെ ഭാര്യയാകുന്നത്. നാലാമത്തെ സ്ഥലം മക്കയാണ്. രണ്ടാമത്തെ ഭാര്യ ഹാജറ റളിയല്ലാഹു അൻഹയും മകൻ ഇസ്മാഈലിനെയും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഉപേക്ഷിച്ചു പോകുവാനും പിന്നീട് ലോക ചരിത്രത്തിന്റെ വിപ്ലവത്തിന്റെ സ്ഥലമായി മാറിയ സ്ഥലവുമാണ് മക്ക. അപ്പൊ ഇസ്ലാമികമായി ഇറാഖിലാണ് ജനിച്ചത്, ഫലസ്തീനിലാണ് താമസിച്ചത്, ഈജിപ്തിലൂടെയാണ് യാത്ര ചെയ്തത്, അവിടെ നിന്നാണ് ഹാജറയെ ലഭിച്ചത്, മക്കയിലാണ് പിന്നീട് അവരുടെ താമസത്തിന്റെ ബാക്കി ഭാഗം വന്നത്. ഇതൊരു ചരിത്രത്തിന്റെ തുടക്കം എന്നുള്ള നിലയിൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാകാൻ വേണ്ടിയാണ്. സഹോദരങ്ങൾ, എന്തുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്? അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ സവിശേഷതകൾ എന്താണ്? ഇതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നതിന്റെ ആകത്തുക. അതിലേറ്റവും പ്രധാനം, ഈ ലോകത്ത് അള്ളാഹു മനുഷ്യരിൽ ഏറ്റവും ഉത്കൃഷ്ടരായി അള്ളാഹു കാണുന്നവരെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് അവന്റെ ആശയത്തെ, ഇസ്ലാം എന്ന ദൈവികമായ സന്ദേശത്തെ പ്രചരിപ്പിക്കുവാൻ വേണ്ടി അതിന്റെ നേതാക്കന്മാരാക്കുന്നത്. അവരെയാണ് നമ്മൾ അമ്പിയാക്കന്മാർ എന്ന് പറയുക. പിന്നീടുള്ളവരെയാണ് മുർസലീങ്ങൾ എന്ന് പറയുക. അഥവാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ സവിശേഷത
ഇബ്രാഹിം നബി അള്ളാഹു നബിയാക്കി എന്നതാണ്. പരിശുദ്ധ ഖുർആനിന്റെ വാക്ക് ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, ഈ നാട്ടിലുള്ള മുഴുവൻ മനുഷ്യർക്കും അള്ളാഹുവിന്റെ ദീൻ എത്തിച്ചു കൊടുക്കുന്നതിന് മാതൃകയുള്ള ഒരാളാക്കി ഇബ്രാഹിമെ ഞാൻ നിന്നെ മാറ്റിയിരിക്കുന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വീണ്ടും വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം ഇന്നഹു കാന സുദ്ദീഖൻ നബിയ്യ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമെ അള്ളാഹു സത്യസന്ധനായ പ്രവാചകനായി തെരഞ്ഞെടുത്തു. പ്രവാചകനായി തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അദ്ദേഹം പിന്നീട് സ്വർഗാവകാശിയായി, അദ്ദേഹം മഅസൂമായി, മഅസൂം എന്ന് പറഞ്ഞാൽ മുഴുവൻ പാപങ്ങളും പുറത്തു കിട്ടുന്നയാളായി, അള്ളാഹുവിന്റെ മുഴുവൻ അനുഗ്രഹത്തിനും പാത്രീഭൂതനായി. നാളെ പരലോകത്ത് മന്ദല്ലദീ യശ്വഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി മാത്രം ശുപാർശ ചെയ്യാൻ അർഹതപ്പെട്ടവരിൽ നബിമാരുൾപ്പെടുന്നു. അഥവാ ഇബ്രാഹിം നബി ഇതിനെല്ലാം അർഹരായി. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? ആ നബിമാരിൽ നിന്ന് ഒന്നുകൂടി ദറജ കൂടിയവരാണ് മുർസലീങ്ങൾ. നമ്മൾ അറിയേണ്ട, സാധാരണഗതിയിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. നബിയും റസൂലും നമ്മൾ വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? റസൂൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ ഒരു സമുദായത്തിലേക്ക് വേദഗ്രന്ഥവുമായി ആ സമൂഹത്തെ ദഅ്വാ പ്രവർത്തനം ചെയ്ത് പരിവർത്തനത്തിന് വിധേയമാക്കാൻ ചുമതല നൽകപ്പെട്ട നബിമാർക്ക് പറയുന്ന പേരാണ് റുസുലുകൾ എന്നുള്ളത്. നബിമാരെന്ന് പറഞ്ഞാൽ അവർക്ക് പ്രത്യേകമായ വേദഗ്രന്ഥം ഉണ്ടാവുകയില്ല. മുമ്പ് കഴിഞ്ഞു വന്ന മുർസലീങ്ങളുടെ പാത പിൻപറ്റി അവരുടെ പിന്നിൽ അതേ ആശയം പറയാനുള്ള നിർദ്ദേശം മാത്രം ലഭിക്കപ്പെട്ടവരാണ് നബിമാർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലാണ്. കാരണം തൗറാത്ത് നൽകപ്പെട്ടു, ബനൂ ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ടു. ആ ബനൂ ഇസ്രായേലിയുടെ ആ കാലഘട്ടത്തിലുള്ള ഉത്തരവാദിത്തം നാളെ പറയേണ്ടത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമക്കാണ്. എന്നാൽ ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം നബിയാണ്, റസൂലല്ല. ഒന്നുകൂടി പറയാൻ കുട്ടികൾക്ക് കൂടി വേണ്ടി, ലോകത്തെ ഒന്നാമത്തെ നബി ആദം അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. ഒന്നാമത്തെ റസൂൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയല്ല, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. കാരണം ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഒരു സമൂഹത്തിന് ദഅവത്ത് നടത്തേണ്ടതിന്റെ ചുമതലയോ ഒരു പ്രത്യേക വേദഗ്രന്ഥമോ അള്ളാഹു നൽകിയിട്ടില്ല. സഹോദരങ്ങളെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹു നബിയാക്കി, രണ്ട് റസൂലുമാക്കി. ഇനി മൂന്നാമത്തൊരു ദറജ കൂടിയുണ്ട്. അതെന്താണ്? ഈ റസൂലുമാരിൽ ഏറ്റവും ഉന്നതന്മാരായ 5 പേരുണ്ട്. അതാണ് ഉലുൽ അസ്ം. പ്രബോധന നിർവഹണത്തിൽ അഗ്നിപഥങ്ങളിലൂടെ നടന്നവർ, രാജാക്കന്മാരുമായി ഏറ്റുമുട്ടേണ്ടി വരുന്നവർ, ജീവത്യാഗം ചെയ്തവർ, ഉജ്ജ്വലമായി പോരാടിയവർ, ആ നാട്ടിൽ കൊല്ലപ്പെടും എന്നുറപ്പിച്ചിട്ടും അള്ളാഹുവിന്റെ ആദർശത്തിന് വേണ്ടി നിലകൊണ്ടവർ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, ഈസ അലൈഹിസ്സലാത്തു വസ്സലാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി അടക്കമുള്ള 5 പേരാണ് ഉലുൽ അസ്ം. സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അള്ളാഹു നബിയാക്കി, റസൂലാക്കി, 3 ഉലുൽ അസ്മിൽപ്പെട്ട ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടരായ 5 പ്രവാചകന്മാരിൽ ഒരാളാക്കി മാറ്റുകയും ചെയ്തു. എന്നിട്ട് ഖുർആനിന്റെ പ്രയോഗം നമ്മളോട് ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ, ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരെ പോലെയാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങൾ ക്ഷമിക്കേണ്ടത്, ആവേശം കാണിക്കേണ്ടത്. സഹോദരങ്ങളെ, ലോകത്ത് നമ്മൾക്കൊക്കെ, നമ്മൾ വീട്ടിൽ താമസിക്കുന്നവരാണ്. നമ്മുടെ ഉമ്മ, നമ്മൾക്ക് 4 മക്കളുണ്ട് എന്ന് വെക്കുക. ഉമ്മയോട് ആരെങ്കിലും രഹസ്യമായി ചോദിക്കാൻ, എന്താ മക്കളെ വർത്താനം, എന്താണ് അവരുടെ പെരുമാറ്റം, അതിൽ നമ്മുടെ ഉമ്മ പറയാൻ പാടുണ്ടോ പാടില്ലേ എന്ന് മറ്റൊരു പക്ഷം നമ്മൾ സങ്കല്പിക്കുക. നമ്മുടെ ഉമ്മ പറയാൻ, എനിക്ക് എന്റെ 2ാമത്തെ മകനെ ബാക്കിയുള്ളവരെക്കാൾ കൂടുതൽ ഇഷ്ടമാണ്, എനിക്ക് അവനോട് ഭയങ്കര ഇഷ്ടമാണ്. സഹോദരങ്ങളെ, അത് നമ്മെക്കുറിച്ചാണെങ്കിൽ നമ്മുടെ മനസ്സിന്റെ സന്തോഷം എത്രയാകും? മരിക്കുന്നത് വരെ ആ ഉമ്മ പറഞ്ഞ വാക്ക് നമ്മുടെ മനസ്സിലുണ്ടാകും. എല്ലാവരെക്കാളും എനിക്കിഷ്ടം എന്റെ മൂത്ത മകനെയാണ്, എന്റെ 2ാമത്തെ മകനെയാണ്, എന്റെ മകളെയാണ്. നമ്മെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഒരു അധ്യാപകൻ പറയാൻ, ഈ ക്ലാസ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടി ഇവനാണ്, ഈ കലാലയത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ, ഞാൻ ഇത്രയും കാലം പഠിപ്പിച്ചതിൽ എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ എന്റെ വിദ്യാർത്ഥി, നമ്മെക്കുറിച്ചാണ് നമ്മുടെ അധ്യാപകൻ പറയുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ്. എങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അന്ത്യനാൾ വരെയുള്ള കോടാനുകോടി മനുഷ്യരിൽ അള്ളാഹു ലോകത്ത് 2 ആളുകളെ മാത്രമേ അള്ളാഹിന്റെ കൂട്ടുകാരന്മാരായി തെരഞ്ഞെടുത്തിട്ടുള്ളൂ.
പരിശുദ്ധ ഖുർആന്റെ വാക്കെന്തറിയോ? ഫത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ അല്ലാഹ് ഖലീൽ, കൂട്ടുകാരനായി അല്ലാഹു തെരഞ്ഞെടുത്തു. നമ്മൾ ഇന്ന് വരെ അല്ലാഹുവിനെ കണ്ടിട്ടില്ല. ഇൻഷാ അല്ലാഹ് സ്വർഗ്ഗത്തിൽ വെച്ച് നമ്മൾ വുജൂഹു യൗമഇദിൻ നാളിറ ഇലാ റബ്ബിഹാ നാളിറ, നഗ്നനേത്രം കൊണ്ട് അല്ലാഹുവിനെ കാണണം എന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്നവരാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ആ അല്ലാഹു ഈ ലോകത്ത് അവന്റെ സൃഷ്ടിജാലങ്ങളിൽ എനിക്ക് രണ്ട് കൂട്ടുകാരെയാണ് അല്ലാഹു തെരഞ്ഞെടുത്തത്. അതിലൊന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയാണ്, രണ്ട് മുഹമ്മദ് നബിയാണ്. മുഹമ്മദ് നബിയെയും ഇബ്രാഹിം നബിയെയുമാണ് അല്ലാഹു കൂട്ടുകാരനായി തെരഞ്ഞെടുത്തത്. അത് സാധാരണ ഒരു വാചകമല്ല, അറബി ഭാഷയുടെ ഒരു മനോഹാരിതയുണ്ട്. ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാൻ, നമ്മള് മലയാളത്തിലെ കൂട്ടുകാരൻ, ശരി, അടുത്ത കൂട്ടുകാരൻ നമ്മൾ എന്റെ അടുത്ത കൂട്ടുകാരൻ എന്ന് പറയേണ്ടി വരും. ഇംഗ്ലീഷിൽ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അടുത്തത് ഏറ്റവും മികച്ച, എനിക്ക് ആത്മബന്ധമുള്ളത് ഇന്റിമേറ്റ് ഫ്രണ്ട് എന്ന് പറയേണ്ടി വരും. അറബിയിൽ കൂട്ടുകാർക്ക് ഒരുപാട് വാചകങ്ങളുണ്ട്. അറബി ഭാഷയുടെ സൗന്ദര്യം അതാണ്. സ്വദീഖ് കൂട്ടുകാരനാണ്, പക്ഷേ ആ കൂട്ടുകെട്ട് സാധാരണ കൂട്ടുകെട്ടാണ്. സ്വാഹിബ് കൂട്ടുകാരനാണ്, അതാണ് സ്വഹാബി എന്ന വാക്കിൽ നിന്ന് ഒന്നുകൂടി അടുപ്പമുണ്ടാകുന്ന കൂട്ടുകെട്ടാണ്. അതേപോലെ റഫീഖ് എന്ന് പറഞ്ഞാലും കൂട്ടുകാരനാണ്, ഒന്നിച്ച് യാത്ര ചെയ്യുകയും ക്രയവിക്രയങ്ങൾ നടത്തുകയും ചെയ്യുന്ന ആൾ. എന്നാൽ കൂട്ടുകാരുടെ അറബി ഭാഷ പ്രയോഗത്തിൽ ആത്മബന്ധമുള്ള, ഒരിക്കലും വേർപിരിയാത്ത, ഒരേ മനസ്സോടുകൂടി ചിന്തിക്കുന്ന, ഒരേ അഭിപ്രായമുള്ള ആളുകൾക്കാണ് ഖലീൽ എന്ന് പറയുക. അല്ലാഹു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് പറഞ്ഞത്, ഇബ്രാഹിം എന്റെ സ്വദീഖല്ല, എന്റെ റഫീഖല്ല, എന്റെ സ്വാഹിബല്ല, എന്റെ ഖലീലാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നല്ലാഹ ഖദ് ഇത്തഖദനി ഖലീല. അല്ലാഹു എന്നെ അല്ലാഹുവിന്റെ കൂട്ടുകാരനായി തെരഞ്ഞെടുത്തു. കമത്തഖദ ഇബ്രാഹിം ഖലീല, ഇബ്രാഹിം നബിയെ തെരഞ്ഞെടുത്തതുപോലെ. ആ മുഹമ്മദ് നബിയും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയും ഇതേ ആത്മബന്ധമുണ്ടല്ലോ. പിന്നീടും ഹദീസുകളൊക്കെ കാണാം. ഖബറിൽ നിന്ന് ആദ്യമായി എഴുന്നേൽക്കുന്നത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് ആദ്യമായി അല്ലാഹു വസ്ത്രം നൽകുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്കാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഇബ്രാഹിം നബി അല്ലാഹു ആദരിച്ചതിന്റെ ഭാഗമാണ്. കഴിഞ്ഞില്ല, ലോകത്ത് എത്രയോ അമ്പിയാക്കന്മാർ വന്നു. എന്നാൽ ഇബ്രാഹിം നബിക്ക് ഒരു അമ്പിയാക്കന്മാരുടെ ഒരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത എന്നറിയോ? ഇബ്രാഹിം നബിയുടെ പ്രത്യേകത അബുൽ അംബിയ ആണ്, അമ്പിയാക്കന്മാരുടെ ഉപ്പ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്രാഹിം നബിയെ വിളിക്കേണ്ട അറിയോ? അബി എന്നാണ്, അഭിസംബോധന ചെയ്യുക. ഇബ്രാഹിം നബിയുടെ ഒരു കാര്യം പറയുമ്പം പ്രവാചകൻ സഹാബാക്കളോട് പറയാറുള്ളത് ഇബ്രാഹിം നബി അങ്ങനെ ചെയ്തു എന്നല്ല, എന്റെ ഉപ്പ അങ്ങനെ ചെയ്തു എന്നാണ്. അതെവിടെ നിന്ന് കിട്ടിയതാണെന്നറിയോ? മിഅ്റാജ് യാത്ര. മനസ്സിലേക്ക് വരണ്ട, മിഅ്റാജ് യാത്ര. ഓരോ ആകാശങ്ങളിലും ഓരോ കവാടങ്ങളിൽ ഓരോ പ്രവാചകന്മാരെ കണ്ടു. എന്നിട്ട് ആ ഹദീസ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, ഏഴാനാകാശത്തേക്ക് മുഹമ്മദ് നബി എത്തി. എന്നിട്ട് ഇബ്രാഹിം, അതാ ഏഴാനാകാശത്താണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ കണ്ടത്. ഖാല, ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനോട് പറഞ്ഞു കൊടുക്കട്ടോ, ഇബ്രാഹിം നബിയെ ചൂണ്ടിയിട്ട് നബിയോട് പറയാൻ, ഹാദാ അബൂക്ക്, മുഹമ്മദ് നബിയെ ഇതാണ് നിങ്ങളുടെ ഉപ്പ. അതിന്റെ അർത്ഥം എന്താ സഹോദരങ്ങളെ? ഇസ്ലാമിന്റെ ആദർശ പിതാവാണ് ഇബ്രാഹിം എന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. മുഹമ്മദ് നബി താങ്കളുടെ ഉപ്പ ഇബ്രാഹിമാണ്, ഇതാണ് അതിനർത്ഥം ആദർശപരമായ പിതാവാണ്. ആ സമയത്ത് ഫസല്ലിം അലൈ, നബി പറയാൻ, ഞാൻ അങ്ങോട്ട് സലാം പറഞ്ഞു. എന്റെ ഉപ്പയായ ഇബ്രാഹിം അബുൽ അംബിയ സലാം മടക്കി. എന്നിട്ട് എന്നോട് പറഞ്ഞു, മർഹബൻ ബിഇബ്നി സ്വാലിഹ് വന്നബി സ്വാലിഹ്, എന്റെ ഏറ്റവും നല്ല മകനെ, ഏറ്റവും നല്ല പ്രവാചകരെ, താങ്കൾക്ക് സ്വാഗതം, താങ്കൾ ഇങ്ങോട്ട് വരൂ. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബിക്ക് അബുൽ അംബിയ എന്ന് പേര് വന്നതെന്ന് അറിയോ? ഇബ്രാഹിം നബിയുടെ ആദ്യത്തെ രണ്ട് മക്കളും ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമയിൽ നിന്നാണ് പിന്നീട് നമ്മൾ പറയുന്ന മുഴുവൻ നബിമാരുണ്ടായത്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, യാഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാം, യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം, എല്ലാം ഇബ്രാഹിം നബിയുടെ മൂത്ത മകന്റെ പരമ്പരയിൽ ബനു ഇസ്രായേലിയർക്ക് അല്ലാഹു അയച്ചതാണ്. ഇസ്മായിൽ നബിയുടെ പരമ്പരയിലാണ് നമ്മുടെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായത്. അഥവാ പിന്നീട് ലോക ചരിത്രത്തിലെ നബിമാർ മഹാഭൂരിപക്ഷവും വന്നത്
ഇബ്രാഹിം നബിയുടെ മക്കളിലൂടെയാണ്. അതുകൊണ്ടാണ് ഇന്ന് ലോകത്ത് ജീവിക്കുന്ന 3 സെമിറ്റിക് മതങ്ങളുണ്ട്. സെമിറ്റിക് മതങ്ങൾ അറിയേ? അതില് 1 ഇസ്ലാമാണ്, 2 ക്രൈസ്തവതയാണ്, 3 ജൂതന്മാരാണ്. ഈ 3 മതക്കാരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരൊറ്റ പ്രവാചകനേ ഉള്ളൂ. അതാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. 3 മതക്കാരും ഒരുപോലെ അംഗീകരിക്കുന്നവർ ജൂതമതത്തിലും ക്രൈസ്തവ മതത്തിലും അബ്രഹാമാണ്. 3 മതക്കാരും പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്ന ഇബ്രാഹിം കാന ഇബ്രാഹിം. പക്ഷേ ഇബ്രാഹിം അല്ല യഹൂദിയൻ വലാ നസ്റാനിയൻ, ജൂതനോ ക്രൈസ്തവനോ അല്ല. വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധമായ അള്ളാഹുവിന് കീഴൊതുങ്ങിയ മുസ്ലിമാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. സഹോദരങ്ങളെ, പറഞ്ഞത് ഇബ്രാഹിം നബിക്ക് മാത്രമായി അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളാണ്. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ലോകത്തിൽ നമ്മൾ അത്ഭുതപ്പെടുത്തും. ഇന്ന് നമ്മൾ പറയുന്ന ഹജ്ജില്ലേ, ഹജ്ജ് ആരുടെ വിളിക്കുത്തരമേകി, ആരോടാണ് ഈ ലോകത്താദ്യമായി ഹജ്ജിന് വിളിക്കാൻ അള്ളാഹു അനുവാദം കൊടുത്തത്? ഇബ്രാഹിം നബിയുടെ വിളിയാണ് ലോകത്താദ്യമായി ഹജ്ജിന് വേണ്ടി നടന്നത്. നമ്മൾ അറിയണം, നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. അതുവരെ ഹജ്ജില്ല, ഇന്ന് കാണുന്ന ഹജ്ജില്ല. ഇന്ന് കാണുന്ന ഹജ്ജിന്റെ തുടക്കം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. പരിശുദ്ധ ഖുർആൻ 22-ാം അധ്യായം സൂറത്ത് ഹജ്ജിലെ 26-27 ആയത്ത്, 27-ാമത്തെ ആയത്ത് അല്ലാഹു പറയാണ്, വഅദ്ദിന ഫിൽ നാസി ബിൽ ഹജ്ജി. ഇബ്രാഹിം, ജനങ്ങളെ ഇതാ കഅബാലയത്തിലേക്ക് ഹജ്ജിന് വേണ്ടി വിളിക്കൂ. യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. അവർ കാൽനടയായി വാഹനങ്ങളിൽ നാനാദിക്കുകളിൽ നിന്ന് ഇതാ കഅബാലയത്തിന്റെ അടുക്കലേക്ക് വരട്ടെ. ഹജ്ജിന്റെ തുടക്കക്കാരൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കി, കഅബാലയം പുതുക്കി പണിയാൻ വേണ്ടി അള്ളാഹു ഇബ്രാഹിം നബിയോട് പറഞ്ഞു. നമ്മുടെ മനസ്സിൽ ആലോചിക്കട്ടോ, ഒരു വാപ്പിൻ മകനും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും 2 പേര് പാറക്കല്ല് പൊട്ടിച്ച് ബാപ്പ കൊണ്ടുപോയി വെച്ച്, വാപ്പ ക്ഷീണിക്കുമ്പോ മകൻ കൊണ്ടുപോയി വെച്ച്, അവസാനം ഇന്ന് നമ്മൾ കാണുന്ന കഅബാലയത്തെ പുനർനിർമ്മിക്കുന്നതിന്റെ ആദ്യത്തെ ഭാഗം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നിർവഹിച്ച ആളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. എന്റെ അർത്ഥം എന്താ അറിയോ? കോടാനുകോടി മനുഷ്യർ ഏത് കഅബാലയത്തിലേക്കാണോ തിരിയുന്നത്, അതിന്റെ മുഴുവൻ പുണ്യവും കിട്ടുന്ന ആളാണ് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും. ഹജ്ജിന്റെ ഏത് ഭാഗമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുമായി ബന്ധമില്ലാത്തത്? സംസം ഇബ്രാഹിം നബിയുമായിട്ടാണ് ബന്ധം. സഫാ മർവയിലുള്ള ഓട്ടം ഇബ്രാഹിമി കുടുംബവുമായിട്ടാണ് ബന്ധം. ജംറയിലെ കല്ലെറിയൽ ഇബ്രാഹിം നബിയുമായിട്ടാണ് ബന്ധം. ഉളുഹിയത്ത് ഇബ്രാഹിം നബിയുമായിട്ടാണ് ബന്ധം. ഹജ്ജ് ഇബ്രാഹിം നബിയുമായിട്ടാണ് ബന്ധം. എന്തിനേറെ സഹോദരങ്ങളെ, ഓരോ നിസ്കാരത്തിൽ നമ്മൾ ആലോചിക്കണം, 1.25 ലക്ഷത്തോളം അംബിയാ മുർസലീങ്ങൾ വന്നുപോയി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പ്രവാചകനാണ്. എന്നാൽ നിസ്കാരത്തിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും അനുഗ്രഹം കിട്ടിയതുപോലെ അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്, മുഹമ്മദ് നബിക്കും കുടുംബത്തിനും ബർക്കത്ത് കൊടുക്കണം. ഏതുപോലെ? കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും കൊടുത്ത പോലെ മൂസാ നബിക്കും കുടുംബത്തിനും എന്നില്ല, ഈസാ നബിക്കും കുടുംബത്തിനും എന്നില്ല, ദാവൂദ് നബിക്കും കുടുംബത്തിനും എന്നില്ല. ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും എന്നത് ആരെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്നു? നമ്മളെ കൊണ്ട്. ലോകത്ത് 24 മണിക്കൂറും മുഹമ്മദ് നബിയുടെ പേരും ഇബ്രാഹിം നബിയുടെ പേരും ഈ അന്തരീക്ഷത്തിൽ മുസ്ലിമീങ്ങളിലൂടെ അള്ളാഹു നിലനിർത്തിക്കൊണ്ടേയിരുന്നു. നിസ്കാരത്തിൽ ഇങ്ങനെ കെട്ടുമ്പോഴേ നമ്മൾ വജ്ജഹത്ത് വജിയ ചൊല്ലൂലേ, ആ വജ്ജഹത്ത് വജിയ ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥനയാണ്. ഇന്ന സ്വലാത്തി വനുസ്കി വമഹിയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്നിട്ട് അവസാനം വഅന മിനൽ മുസ്ലിമീൻ എന്നുള്ളത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന. അതുപോലെ കൊണ്ട് നമ്മളെ കൊണ്ട് ചെല്ലിപ്പിക്കാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു മനുഷ്യൻ ഇറാഖിന്റെ ഊർ എന്ന പട്ടണത്തിൽ ലോക ചരിത്രത്തിൽ ഊഷരമായ പ്രദേശത്ത് ആരാരുടെയും കൺകളിൽ പെടാതെ ഒരു ആരാധകന്റെ മകനായി ജനിച്ച ഒരു മനുഷ്യൻ ഇന്ന് കോടാനുകോടി മനുഷ്യരുടെ ആത്മബന്ധമായി ആദർശ പുരുഷനായി മാറാൻ. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരധ്യായത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല
14 അധ്യായത്തിന് ഇബ്രാഹിം എന്ന് പേരാണ് കൊടുത്തു. ഇബ്രാഹിം. നമ്മളിങ്ങനെ ഏതെങ്കിലും സൽക്രമം ചെയ്തിട്ട് പത്രത്തിൽ പേര് തരാന്ന് നമുക്കൊരു സന്തോഷാണല്ലോ, നോട്ടീസിൽ പേര് തരാന്ന് പറഞ്ഞൊരു സന്തോഷാണല്ലോ. ലോകത്തെ ഏറ്റവും വലിയ മുഅ്ജിസത്തായ ഹുദല്ലിന്നാസായ, ലോകത്തെ മാർഗദർശകമായ ഏറ്റവും വലിയ അത്ഭുതമായ പരിശുദ്ധ ഖുർആനിലെ 14 അധ്യായത്തിന് അല്ലാഹു ഒരു വ്യക്തിയുടെ പേരാണ് കൊടുത്തു, ഇബ്രാഹിം. എന്നിട്ട് അതിൽ 52 ആയത്ത് കൊടുത്തു. ഇബ്രാഹിം നബിന്റെ കുടുംബം, ത്യാഗം, അധ്വാനം, ദഅവത്ത്, ആളുകളുള്ള പെരുമാറ്റം, ഇസ്ലാമികമായ ജീവിതം എല്ലാം അല്ലാഹു കൊടുത്തു. പരിശുദ്ധ ഖുർആനിലെ 25 അധ്യായങ്ങളിലൂടെ 69 തവണ ഇബ്രാഹിം നബിയെ കുറിച്ച് അല്ലാഹു നമ്മളെ കൊണ്ട് ഓദിപ്പിക്കുകയും ചെയ്തു. അല്ലാഹു പറഞ്ഞു, വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം. ഇബ്രാഹിം നബിയെ കുറിച്ച് നബിയെ പറഞ്ഞു കൊടുക്കണം ആളുകൾക്ക്. ഞാൻ പറയുന്നത്, ലോക ചരിത്രത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക് ആവേശമുണ്ടാകണം. നമ്മുടെ അബുൽ അംബിയ ആണ്, അംബിയാക്കന്മാരുടെ ബാപ്പയാണ് എന്ന് മനസ്സിലുണ്ടാകണം. അല്ലാഹ് ലോകത്ത് തെരഞ്ഞെടുക്കപ്പെട്ട 2 കൂട്ടുകാരിൽ ഒരാളാണ് എന്ന ബോധ്യമുണ്ടാകണം. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഇതുവരെ നമ്മൾ പറഞ്ഞത് ഇബ്രാഹിം നബിയുടെ ശ്രേഷ്ഠതയാണ്. ഇനി ഇതിൽ നിന്ന് നമ്മൾക്ക് എന്താണ്? ഇതുവരെ നമ്മൾ ഇബ്രാഹിം നബിയുടെ ശ്രേഷ്ഠത പറഞ്ഞു. ഇനി ഇത് കേൾക്കുന്ന നമ്മൾക്ക് എന്താണ്? ഇബ്രാഹിം നബി അള്ളാഹുവിനോട് തേടിയൊരു പ്രാർത്ഥന ഉണ്ട്. ഈ ഇബ്രാഹിം നബി ട്ടോ, ഈ ഇബ്രാഹിം നബി അള്ളാഹുവിനോട് തേടിയൊരു തേട്ടമുണ്ട്. വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ. അല്ലാഹുവേ, നീ എന്നെ പരലോകത്ത് വഷളാക്കല്ലേ നാദ. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ. പൈസയോ മക്കളെ കൊണ്ടോ ഒരു ഉപകാരവുമില്ലാത്ത ലോകമാണ് പരലോകം. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. പരിപൂർണമായ ശുദ്ധമായ ഹൃദയവുമായി നിനക്കിഷ്ടപ്പെട്ട അമലുകളുമായി പരലോകത്തെത്തിയാൽ മാത്രം കിട്ടുന്ന സ്വർഗമാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് നാഥ, എന്നെ നീ പരലോകത്ത് വഷളാക്കല്ലേ. ഇതാണ് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇതുവരെ പറഞ്ഞ ഇബ്രാഹിം നബി അള്ളാഹിനോട് നിരന്തരമായി തേടുന്ന പ്രാർത്ഥനയാണ്, പടച്ചോനെ പരലോകത്ത് നീ എന്നെ വഷളാക്കല്ലേ നാഥ. സോ എന്താണ് അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള ചേതോ വികാരം? എന്തായിരിക്കും? പരലോകം എന്താണ് എന്ന് മനസ്സിലാക്കിയ ഒരാള്, അയാൾ പരലോകത്തെക്കുറിച്ച് ഭയപ്പാടുണ്ടാവും, പേടിണ്ടാകും, ഉറപ്പാണ് പേടിണ്ടാവും. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂലുള്ളാഹിന്റെ ഒരു സഹാബി വന്നിട്ട്, നബിയെ നിങ്ങൾക്ക് ഏതായാലും സ്വർഗം കിട്ടുമല്ലോ, നിങ്ങൾ ഇന്റെ കാര്യം നോക്കി അല്ലാണ്ടെന്ന് പറയോ എന്നപ്പോ റസൂലുള്ളാഹിന്റെ വാക്കെന്താ അറിയോ? വല്ലാഹി, പടച്ചോനാണ് നേര്, മാ അദ്രി വ അന റസൂൽ റസൂലുള്ളാഹ് മാ യഫ്അലു ബി വലാ ബിക്കും. പടച്ചോ നാളെ പരലോകത്ത് ഇന്നെ എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. പടച്ചോൻ പുറത്തുന്നു എന്ന് പറഞ്ഞതിന് ശേഷം എന്നിൽ നിന്നും വല്ല അബദ്ധവും പറ്റിയിക്കണമെങ്കിലോ പേടിയാണടാ. പിന്നെ ഞാൻ എന്റെ കാര്യം എങ്ങനെ നോക്കുന്നതായി പറഞ്ഞത്? എന്റെ കാര്യം എനിക്ക് എന്ത് ചെയ്യും എന്നറിയില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ മടിയിൽ കിടന്നിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കെ കരഞ്ഞു. പ്രവാചകൻ ചോദിച്ചു, മാ യുബ്കീക്. ആയിഷ, നീ എന്തിനാ കരയുന്നത്? ആയിഷ റളിയല്ലാഹുവിന്റെ വാക്ക്, ദക്കർതു അന്നാർ ഫബക്കൈത്. ഞാൻ നബിയെ നരകത്തെ പറ്റി ഇങ്ങനെ ആലോചിച്ചു. പടച്ചോനെ അവിടെ നിന്നെങ്ങാനും ഇടത് കൈയിൽ ഗ്രന്ഥം ലഭിച്ചാൽ എന്താകുന്ന ആലോചിച്ചപ്പോൾ എന്റെ മനസ്സിൽ സങ്കടം വന്നു. ലോക ചരിത്രത്തിൽ ഇബ്രാഹിം നബി, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബാക്കൾ മുഴുവനും പരലോകത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ബേജാറുണ്ടാകും, വെപ്രാളുണ്ടാകും. മദീന പള്ളി ഈദ്ഗാഹിന് വേണ്ടി ഈത്തപ്പന ഓലകൾ വെട്ടി സഹാബാക്കൾ ഈദ്ഗാഹിന് സജ്ജീകരണം ഒരുക്കാൻ. ആ സമയത്തുണ്ട് പള്ളിയുടെ സൈഡിൽ നിന്ന് തേങ്ങുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹാബാക്കൾ ചോദിച്ചു, അബൂബക്കർ മാ യുബ്കീക്, എന്താണ് ഈ കരയുന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിന്റെ ക്ലാസ് കേട്ടിട്ടില്ലേ ഇന്നോ? മിഞ്ഞാന്ന് പള്ളിക്കന്ന് ഫരീഖുൽ ജന്ന ഫരീഖുൽ സഈർ, നാളെ പരലോകത്ത് ഒരു വിഭാഗം ആളുകൾ സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗം ആളുകൾ നരകത്തിലേക്കും പോകും. അതിലെങ്ങാനും ഞാൻ പെട്ടാലോ, നരകത്തിലേക്ക് പോയാൽ പിന്നൊരു തിരിച്ചു വരവില്ലല്ലോ. സഹാബാക്കൾ പറഞ്ഞു, അബൂബക്കർ താങ്കൾ എന്തിനാ കരുന്നത്? പ്രവാചകൻ ഈ പള്ളി എന്നല്ല പറഞ്ഞത്, അബൂബക്കറും ഫിൽ ജന്ന, താങ്കൾ സ്വർഗത്തിലാണെന്ന് പ്രവാചകൻ വഹീന്റെ അടിസ്ഥാനത്തിലല്ല പറഞ്ഞത്. പിന്നെ അബൂബക്കർ തന്നെ മറുപടി എന്താ അറിയോ? ഇന്റെ നബി അത് പറഞ്ഞിട്ട് ഏതാനും കാലായില്ലേ. അതിനുശേഷം പ്രവാചകന്റെ വാക്കിന് ശേഷം എന്റെ ജീവിതത്തിൽ വന്ന വല്ല അബദ്ധങ്ങളും ഉണ്ടെങ്കിൽ അതുവഴി നരകത്തിലേക്ക് പോയാലോ, ഞാൻ ആത്മാർത്ഥമായിട്ട് എന്നോടെന്ന പോലെ ചോദിക്കാൻ, ഇബ്രാഹിം ഹനീഫ, ഇബ്രാഹിം നബിന്റെ പാരമ്പര്യം പിൻപറ്റണം എന്നാണല്ലോ. ആ ഇബ്രാഹിം നബി അല്ലാണ്ട് എന്നും തേടിയിരുന്ന
സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച ഉലുൽ അസ്മിൽപ്പെട്ട അബുൽ അംബിയായ നാളെ 7-ാം ആകാശത്ത് സ്വർഗത്തിലുണ്ട് എന്ന് പ്രവാചകനിലൂടെ കാണിച്ചു തന്ന ആ അബൂബക്കർ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാണ്ട് തേടുകയാണ്, പടച്ചോനെ നാളെ പരലോകത്ത് വഷളാക്കല്ലേ. ആ ഒരു ബോധവും ഭയവും സത്യസന്ധമായി പറയാൻ നമ്മുടെ മനസ്സിൽ ഉണ്ടാകലുണ്ടോ? ഇപ്പൊ നമ്മളെ കുട്ടിയുടെ റിസൾട്ട് വന്നു, നമ്മുടെ കുട്ടീന്റെ റിസൾട്ട് വന്നു, പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാത്തപ്പോ നമ്മുടെ മനസ്സിലുണ്ടായൊരു സങ്കടം ഉണ്ടല്ലോ, ആ സങ്കടത്തിന്റെ അത്ര പടച്ചോനെ ഈ പോക്ക് പോയി ഞാൻ മരിച്ചാൽ നരകത്തേക്ക് പോകേണ്ടി വരുമോ എന്നുള്ള ആലോചന പോലും സങ്ങളെ പലപ്പോഴും നമ്മൾ ഉണ്ടാകാറില്ല എന്നൊരു സത്യമാണ്. ഞാൻ കുറ്റമായിട്ട് പറയില്ല ഒരിക്കലും. എന്തുകൊണ്ടാണ് പരലോകം നമുക്ക് പേടിണ്ടാകാത്തിന് കാരണം അറിയോ? അന്തല്ലാത്തതുകൊണ്ടാണ്. ഈമാനുമില്ല, അന്തമില്ല. ശരിക്കും മനസ്സിലാക്കുക, നമ്മുടെ നടു റോഡ് ശക്തമായ മഴ പെയ്യാതിക്കൊള്ളി, ശക്തമായ മഴ പെയ്യാൻ അങ്ങേറ്റം വൃത്തിയുള്ള നമ്മുടെ റോട്ടിൽ കൂടെ നമ്മള് 2 വീലർ ആകണ്ട 4 വീലർ തന്നെ എങ്ങനെ ഓടിക്കുക? മെല്ലെ ഓടിക്കുക. എന്തേ കാരണം നമുക്കറിയാം വണ്ടി ചിലപ്പോ സ്ലിപ്പാകും, മഴ ശക്തമായാൽ എതിർദിശയിൽ നിന്ന് വരുന്നവന് ചിലപ്പം ബ്രേക്ക് പാളിയാൽ ഇങ്ങോട്ട് വരും, ചിലപ്പോ റോട്ടിൽ കുഴി ഉണ്ടാവും, തട്ടിത്തടഞ്ഞാൽ വീഴും, അതിനിടയിൽ എന്തെങ്കിലും പറ്റിയാൽ സൂക്ഷിച്ചിട്ടാ പോകുക. അതിനിടയ്ക്ക് ചില ആൾക്കാർ പോകുന്നുണ്ടല്ലോ ബൈക്കുമേ, ഇങ്ങനെ പോകും. അതവന് ജീവിതത്തിൽ ഭയങ്കരമായ കാഴ്ചപ്പാടും ധൈര്യം ഉണ്ടായിട്ട് അല്ല. പിന്നെ നമ്മൾ പറയും അവൻ അന്തല്ല എന്ന് പറയും, അന്തല്ല എന്ന് പറയും. പരലോകത്തെ കുറിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയും പ്രവാചകന്മാരും അമ്പിയാക്കന്മാരും സഹാബാക്കളും മുഴുവനും ഭയന്നപ്പോ നമുക്ക് പേടിയേയില്ല. ആ പേടിയില്ലാത്തതിന് കാരണം എന്താ അറിയോ? നമ്മൾ പരിശോധിക്കാത്തോണ്ടാണ്. അപ്പൊ നിങ്ങൾ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വയം ഒരു കുറ്റായിട്ടല്ല മനസ്സിലാക്കാൻ നമ്മൾ സൂറത്ത് കഹ്ഫ് ഒരു പേജെങ്കിലും ഓതിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ ഓതാത്തതിൽ നമുക്ക് സങ്കടമില്ലെങ്കിൽ അതിനർത്ഥം എന്താ? ഓതാത്തിൽ ആഴ്ചയിലൊരിക്കൽ ഒരു ദിവസം ആലോചിക്കണം, ഒരു ദിവസം 6-7 മണിക്കൂർ നമ്മൾ ഫോൺ ഉപയോഗിക്കും. 6-7 മണിക്കൂർ ഒരു ദിവസം മിനിമം ആഴ്ചയിൽ ഒരു ദിവസം ഒരു പേജ് വെള്ളിയാഴ്ച പ്രത്യേകമായ സുന്നത്തുള്ള സൂറത്ത് കഹ്ഫ് ഖത്തീബ് വരുമ്പം ഓതി പള്ളിയിൽ തേനീച്ച മൂളുന്നത് പോലെ ശബ്ദമുണ്ടാകുന്ന പള്ളിയായിട്ട് മാറാതെക്കാൻ എന്തേ കാരണം? ബേജാറില്ല. അതൊക്കെ മതി മൗലവി, അത്രയൊക്കെ മതി. നിങ്ങൾ ഈ പറയുന്ന ആയത്തിന്റെ അത്രയൊന്നും ബേജാറാകണ്ടില്ല. അതെന്തുകൊണ്ടറിയോ? അന്തല്ലാത്തതുകൊണ്ടാണ്. പരലോകം എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ്. നമ്മൾ ആലോചിക്കുക, കുറ്റപ്പെടുത്തല്ല, മനസ്സിലാലോചിക്കും. റമദാന് ശേഷം 3 സുബഹി അടുപ്പിച്ച് കിട്ടിയ എത്ര ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും? ബേജാറുണ്ടോ? ഇല്ലല്ലോ. ഒരു ദിവസത്തെ മുഴുവൻ ജമാഅത്തും കിട്ടാത്തതിൽ ഒരു ദിവസത്തെ മുഴുവൻ ജമാഅത്തും കിട്ടിയ എത്ര ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും? സങ്കടപ്പെടുത്തിക്കണോ? നമ്മളെ സങ്കടപ്പെടുത്തിക്കണോ? ഉമ്മമാരെ, നിങ്ങൾ ഈ വെക്കേഷനിൽ പോയ ടൂറിലും കല്യാണങ്ങളിലും സൽക്കാരത്തിലും പൂർണ്ണമായി ഇസ്ലാമിക വേഷം ഇസ്ലാമികമായി സ്വീകരിച്ചു പോയ എത്ര കല്യാണവും എത്ര സൽക്കാരം എത്ര ടൂറുണ്ടാകും? ഇതൊന്നും നമ്മളെ ബേജാറാക്കണില്ലെങ്കിൽ അതിന്റെ അടുത്ത് എന്താ അറിയോ? പരലോകത്ത് നമ്മൾക്ക് നരകം തരുമ്പം അല്ലാഹു പറഞ്ഞ വാക്കുണ്ട്, യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തി ദുനിയ. ദുനിയാവിന്റെ എല്ലാ കാര്യത്തിലും പേടിയും ബേജാറുണ്ടേരി. കച്ചവടം ഇങ്ങനെ വന്നിട്ട് ട്രംപ് അവിടെ അധികാരത്തിൽ കയറുമ്പം സ്വർണത്തിന്റെ മൂല്യം ഇങ്ങനെ വരുമ്പോൾ നമ്മള് ഷെയർ മാർക്കറ്റ് കിട്ട പൈസ എന്താവില്ല, ബേജാറാണ്. കുട്ടിക്ക് അഡ്മിഷൻ കിട്ടൂല, ബേജാറുണ്ട്. അതെന്തുകൊണ്ടാ? ബോധ്യം ഉണ്ടായതുകൊണ്ടാണ്. ഇപ്പൊ ഗൾഫ് പോയാൽ അവിടെ ചാൻസ് ഉണ്ടോ? ചാൻസ് ഇല്ല, ബേജാറാണ്. എന്തേ കാരണം? ബോധ്യമുണ്ട്. ഇവിടെ ട്രീറ്റ്മെന്റിന് 4 വട്ടം പോയി, പ്രത്യേകിച്ച് മാറ്റേണ്ടി വരുമോ? കണ്ണ് പോകുമോ? കാത് പോകുമോ? ബേജാറാണ്. സൗങ്ങളെ സുബൈക്ക് എഴുന്നേറ്റിട്ടില്ല, 1-1.5 മാസമായി, ബേജാറില്ല. ഖുർആൻ ഓതുന്നില്ല, ബേജാറില്ല. അവനാന്റെ ജീവിതത്തിൽ പടച്ചോൻ പറഞ്ഞ നിയമങ്ങൾ വേഷവിധാനത്തിൽ പോലും പാലിക്കുന്ന ബേജാറില്ല. അതെന്തുകൊണ്ടാണ് സൗങ്ങളെ? ഇബ്രാഹിം നബി പഠിപ്പിച്ച ഒരു ആദർശം നമ്മുടെ നെഞ്ചത്തേക്ക് വരാത്തത് കൊണ്ടാണ്. ഇബ്രാഹിം നബിന്റെ ഒരു പ്രാർത്ഥന കൂടി പറയാ മനസ്സിലേക്ക് വരാൻ. ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥന കേട്ടോ, നേരത്തെ പറഞ്ഞ മുഴുവൻ ശ്രേഷ്ഠതയും മനസ്സിലേക്ക് ആലയിക്കണം. ആ ഇബ്രാഹിം നബി അല്ലാണ്ട് പ്രാർത്ഥിക്കുക, റബ്ബനാ, പടച്ചോനെ, ഇഗ്ഫിർലി, നീ എന്റെ പാപങ്ങൾ പൊറുക്കണം, വവാലിദയ്യ, എന്റെ വാപ്പാന്റതും പൊറുക്കണം, വൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്, പരലോകത്ത് വരുമ്പം എന്റതും വാപ്പാന്റതും ഞങ്ങളെ മുസ്ലിം സഹോദരങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ നാഥാ. ഒരു നിസ്കാരത്തിന് ശേഷം 2 മിനിറ്റ് റമദാന് ശേഷം പള്ളിക്കൊന്നിരുന്നിട്ട് പടച്ചോനെ എന്റെ വാപ്പാന്റെയും എന്റെ കുടുംബത്തിന്റെയും പാപങ്ങൾ പൊറുക്കണമേ 2 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് എത്ര കാലായി കൂട്ടരെ? ബേജാറില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? ഇബ്രാഹിം നബിയെ പറ്റി വായ കൊണ്ടേ നമ്മൾ സംസാരിക്കണുള്ളൂ.
ആദർശത്തിലേക്ക് വരുന്നില്ല. ഞാൻ ആക്ഷേപമല്ല, ഒരിക്കലുമല്ല, മറിച്ച് ആലോചിക്കുക. ഇങ്ങനെങ്കിലും ആലോചിച്ചു, തിരിച്ചറിവിന് വേണ്ടിയിട്ടാട്ടോ, സത്യസന്ധമായിട്ട് പറയുന്നത്. സത്യസന്ധമായിട്ട് ഒരു ബാങ്കിന്, എല്ലാവരും മനസ്സിലാലിക്കട്ടോ, ഒരു ബാങ്കിന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ മുതൽ അവസാനം അല്ലാഹു അക്ബർ വരെ പൂർണ്ണമായും ഇജാബത്ത് കൊടുത്തിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? വെറുതെ അവനാനെ പറ്റി ആലോചിക്കാം. പള്ളിക്കെന്ന് ബാങ്ക് കേട്ടിട്ട് ഇങ്ങനെ നിന്നിട്ട് ആ ബാങ്കിന് പൂർണ്ണമായും തുടക്കത്തിലല്ല പൂർണ്ണമായും ഇജാബത്ത് നൽകിയിട്ട് റമളാന് ശേഷം എത്ര ബാങ്ക് ഉണ്ടാവും? ഇത് എന്തിനാ നിങ്ങൾ ചിന്തിപ്പിക്കണത്? ഈ ചിന്ത ഉണ്ടാകുമ്പോഴേ കണ്ണ് നിറയുള്ളൂ, കുറച്ചൊക്കെ ഈമാൻ ഉണ്ടാവുള്ളൂ, ബാങ്ക് കൊടുക്കണ മുന്നേ എത്തുള്ളൂ, സൂറത്ത് ഗൾഫ് ഓതുള്ളൂ, അവനാന്റെ കുട്ടി നീച്ചില്ലെങ്കിൽ ബേജാറാകുള്ളൂ. അതൊക്കെ അത്ര ഉള്ളു മൗലവി. ഇതൊക്കെ എങ്ങനെ തന്നെയാന്ന് പറയണത്. ഏതുപോലെയാണെന്നറിയോ? ഇടിവാള് മിന്നുന്നിടത്ത് ഒഴുക്കുള്ള സ്ഥലത്തിലൂടെ ചെരുപ്പിടാതെ ഓടുന്ന ഒരു കുട്ടി, ഇതൊക്കെ എന്റെ ധൈര്യാന്ന് പറയുമ്പോ മൂത്തൊരാള് പറയില്ലേ, എടാ അത് പൊട്ടത്തരാന്ന് പറയില്ലേ? ആ അന്തമില്ലായ്മയാണ് നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ട് സംഭവിക്കണേ. ആലോചിക്കണം, ചിന്തിക്കണം. നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾക്കൊരു നെഞ്ചുവേദന വന്ന് പോകുമ്പം നമ്മൾ ഇബ്രാഹിം നബിയെ നമസ്കാരത്തിൽ ഓർത്തവരാണ്, ഖുത്ബയിൽ ഓർത്തവരാണ്, വാക്കിലൂടെ പ്രഖ്യാപിച്ചവരാണ്. ആ ഇബ്രാഹിം നബിയുടെയും മുഹമ്മദ് നബിയുടെയും കൂടെ സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടി പരിശ്രമിക്കുന്നവരാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ തഖുല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ഉളുഹിയത്തിനൊക്കെ ഇൻഷാ അല്ലാഹ് ചേരാൻ നേരായി നമ്മുടെ മനസ്സിൽ പ്ലാൻ ഉണ്ടാകണം. 9500 ഒരു ഓഹരിയായിട്ട് നമ്മുടെ മഹലിൽ നിശ്ചയിച്ചിട്ടുള്ളത്. 7 ഓഹരി വരെ കൂടിയിട്ട് ഉളുഹിയത്തിന്റെ ഭാഗമാകാം. നമ്മളതിൽ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യം പറയട്ടോ. ഞാൻ വെക്കേഷൻ ആണല്ലോ, എല്ലാവരും ഉണ്ടായതുകൊണ്ട് പറയണ്. നമുക്ക് കൊല്ലത്തിൽ ഒരിക്കലാണ് ഉളുഹിയത്ത് ഉണ്ടാകുക. നമുക്ക് പറ്റണ പോലെ നമ്മൾ ചേരണമെന്ന് പറയാനാട്ടോ. നമ്മളെ കുട്ടിക്ക് ഒരു അഡ്മിഷൻ ഉണ്ട് എന്ന് കേൾക്കുക. ഇപ്പൊ കുട്ടി 10ാം ക്ലാസ് പൗതിയാണ്. നമുക്ക് ഓനെ ഡോക്ടർ ആക്കണം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആക്കണം, അല്ലെങ്കിൽ സ്ഥാപനത്തിൽ കൊണ്ടാക്കണം. അപ്പൊ അതിനിങ്ങനെ കുറച്ച് പൈസ വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഞാനും നിങ്ങൾ എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് അങ്ങനെ എടുത്തേക്കും. അങ്ങനെ എടുത്തച്ച് ആ സമയമാകുമ്പം ആണ് കൊടുക്കും. ഉളുഹിയത്തൊക്കെ ശരിക്ക് അങ്ങനെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ പറയണത് മനസ്സിൽ നീയത്ത് വെച്ച് മെല്ലെ 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 ഒരു കൂട്ടി വെച്ച് ചേരേണ്ട ഒരു സംഗതിയാണ്. അതിന് കാരണം എന്താ അറിയോ? ഉളുഹിയത്ത് എന്നുള്ളത് നമ്മളോടാണ് അള്ളാഹു ബലിമൃഗത്തറക്കാൻ വേണ്ടി പറഞ്ഞത്. ആര് ചെയ്തതാ അറിയോ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മകന്റെ കഴുത്തിൽ വെച്ച കത്തിയാണ്. മകൻ അറുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അള്ളാഹുവിന് വേണ്ടി മകൻ അറുക്കാൻ തയ്യാറായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പാരമ്പര്യമുള്ള നമുക്ക് ബാക്കി എല്ലാ സംഗതിക്കും പൈസ ഉണ്ടാകുമ്പം ഇതിന് സൗങ്ങളെ നമ്മൾ പൈസ ഉണ്ടാക്കണം. ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ കഴിഞ്ഞ വർഷം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, അത് വീണ്ടും ആവർത്തിക്കാണ്. സഹോദരിമാര് അതിൽ നിങ്ങളൊരു ഭാഗം ഉണ്ടാണ്. കാക്കാണ്ട് നിങ്ങൾ പറയണം, കാക്ക നമുക്ക് പ്രാവശ്യം ചേരണം. ഗൾഫിലുള്ള മക്കളോട് നിങ്ങൾ കുറച്ചാണ് പൈസ എങ്കിൽ അതിനോരോട് കുറച്ച് അയച്ചുതരാൻ പറയണം. എത്രയാണോ നമുക്ക് ഒരു കന്നിനെ മൊത്തമായിട്ട് ഇറക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. 2നെ പറ്റുമെങ്കിൽ 2 ചെയ്യാം. അര കൂടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒരു ഷെയർ ആണെങ്കിൽ അത് ചെയ്യാം. ഇനി ഒരാൾക്ക് ഒരു ആടിനെ ഒറ്റക്ക് ഇറക്കുക, അങ്ങനെയും ചെയ്യാം. ഇതൊക്കെ നമുക്ക് ചെയ്യാം. സഹോദരങ്ങളെ, അതിന്റെ ഭാഗമാക്കി മാറണം. നമ്മൾ നീയത്തുണ്ടാകണം. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് ഇനിയുള്ള ഖുത്ബകൾ പറയാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ മഹല്ലിൽ ഞാൻ എല്ലാവരും മനസ്സിലാൻ വേണ്ടി ഈ വെക്കേഷനിൽ മാത്രം ഇത് രക്ഷിതാക്കളോട് പറയട്ടെ. രക്ഷിതാക്കളെ, പെൺകുട്ടികൾക്ക് നമ്മളൊരു ക്യാമ്പ് വെച്ചിരിക്കണം കേട്ടോ. അള്ളഹാനോട് നമുക്ക് മഹല്ലത്തെ ഒരു ഖത്തീബ് നിലയ്ക്ക് എനിക്ക് പറയാനുള്ള ഞാൻ പറയാം, പെൺകുട്ടികൾക്കുള്ള ക്യാമ്പ് വെച്ചിരിക്കണം. അവർക്ക് വേണ്ട ദീൻ എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. 2 മുതിർന്നവർക്കുള്ളത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികൾക്കുള്ള ക്യാമ്പ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. ഇനി യുവാക്കൾക്കുള്ളതാണ്. ഈ വരുന്ന 21-ാം തീയതി തിങ്കളാഴ്ച ഇൻഷാ അല്ലാഹ് യുവാക്കൾക്ക് നമ്മുടെ മഹല്ലിൽ ദീനിയായൊരു ക്ലാസ് നടക്കുകയാണ്. ഇസ്ലാമികമായി സംശയ നിവാരണത്തിന് വരെ അവസരമുള്ളത്. ഇതെത്തിക്കുക എന്നുള്ളതേ ദുനിയാവിൽ ഖത്തീബിനും മഹല്ലിനൊക്കെ ബാധ്യതയുള്ളൂ.
അവിടെ എത്തിയിട്ടില്ല എന്ന് അള്ള ചോദിക്കുമ്പോൾ എന്റെ കുട്ടിനെ പറഞ്ഞയച്ചേക്കണോ എന്നുള്ള ഓരോ വാപ്പിമ്മയാണ് പറയേണ്ടി. അതിൽ ഇസ്ലാമികമായി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ 18 വയസ്സിന്റെ മുകളിലുള്ള ആൺകുട്ടികൾക്ക് മാത്രമാണ് ഇപ്പം നമ്മളെ മക്കളെ പറഞ്ഞയക്കണം, ഉറപ്പായിട്ടും പറഞ്ഞേക്കണം. 21-ാം തീയതിയാണ് ഇൻഷാ അല്ലാഹ് മഗ്‌രിബിന് ശേഷം നമ്മൾ ബാക്കിയുള്ള കാര്യം പറയും. നമ്മുടെ വീട്ടിലെ മക്കളെ മൗലവി അന്നോർക്ക് ടൂറുണ്ട്, ടൂറ് ബാക്കിയൊക്കെ ദിവസമുണ്ട്, നമ്മൾ എല്ലാവർക്കും ടൂറുണ്ട്. പക്ഷെ അന്നത്തെ ദിവസം നമ്മൾ ദീനിന് വേണ്ടി ചെലവഴിക്കണം. ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഒരു ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന ഒരു വാചകം കൊണ്ടായിരിക്കും അവൻ മുഅ്മിനായി മാറുക. എത്രയോ അനുഭവങ്ങൾ, ഞാൻ ഒരൊറ്റ അനുഭവം പറയാം മനസ്സിലാകാൻ വേണ്ടി. സ്കൂളിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോവുകയാണ്. 3 മണിക്ക് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി. 3 മണിക്കാണ് അന്ന്. ഹോട്ടലിൽ ഭക്ഷണത്തിന് വേണ്ടി കൊണ്ടുവന്ന തൊപ്പിയൊക്കെ ഇട്ട് മാസ്ക് ഒക്കെ വെച്ചിട്ട് ഒരു ചുവാവ് ചെക്കൻ അവൻ ഭക്ഷണം വെച്ചിട്ട് പറഞ്ഞു, പേര് വിളിച്ചു, മൗലവി ഞാൻ ഇന്ന ക്ലാസ്സിൽ കേട്ടിരുന്നു, ഇന്ന സ്ഥലത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു ക്ലാസ് എടുത്തിട്ടില്ലായിരുന്നോ? ആ ക്ലാസ് ഞാൻ 2 വർഷം മുമ്പ് കേട്ടതാണ്, എൻ്റെ ചങ്ങായിമാർ നിർബന്ധിച്ചെന്നെ കൊണ്ടുവന്നാണ്. പക്ഷെ ആ ക്ലാസ്സിന് ശേഷം ഞാൻ ഇതുവരെ നിസ്കാരം ഒഴിവാക്കില്ല. ഞങ്ങളെ കണ്ടപ്പോൾ സന്തോഷം പറയാണ്. അവൻ പറഞ്ഞ വാചകം, ഞാൻ ഈ വർക്ക് ചെയ്യുന്ന ഹോട്ടലിൽ 21 പണിക്കാരുണ്ട്, ഭൂരിപക്ഷം നിസ്കരിക്കുക, തിരക്കൊണ്ടാണ്. പക്ഷെ അതിന്റെ മുകളിലത്തെ നിലയിൽ പെങ്ങളെ കയ്യിൽ നിന്ന് ഞാൻ ഒരു ഷാള് വാങ്ങി അതിന്റെ മുകളിൽ പത്രം വിരിച്ചാണ്ട് ഞാൻ ഒറ്റക്കാ നിസ്കരിക്കില്ല. ഇന്നവൾക്ക് ഭയങ്കര കാര്യമാണ്. അതുകൊണ്ട് ആ സന്തോഷം ഞാൻ അങ്ങോട്ട് പറയാണ്. ഇന്ന് വരെ ഞാൻ നിസ്കാരം ഒഴിവാക്കിയില്ല. ചിലപ്പോൾ ആ കുട്ടി ആകെ ഒരൊറ്റ ക്ലാസ്സിനാ പങ്കെടുത്തിട്ടുണ്ടാകുക. അതുവരെ 10-21 കൊല്ലമായിട്ട് അവന്റെ ജീവിതത്തിൽ നിസ്കാരം എന്നുള്ളത് ചങ്ങായിമാർക്കൊപ്പമായിരുന്നു. ചിലപ്പോൾ നിസ്കരിക്കൂല, കാഫറായിട്ട് അങ്ങനെ ജീവിക്കായിരുന്നു. ഇതിനിടയ്ക്ക് ചെറിയൊരു ദീനിന്റെ കാര്യം ആരെടുത്തു എങ്ങനെ എടുത്തു എന്നല്ല, അള്ളാഹു അവന്റെ ഹൃദയത്തിലേക്ക് ഒരു സ്പാർക്കായി, ഒരു ഈമാനിന്റെ വെളിച്ചമായി കൊണ്ടെത്തിക്കും. നമ്മുടെ മക്കൾക്ക്, നമ്മുടെ മഹല്ലില് യുവാക്കൾക്കും മക്കൾക്കും ആൺകുട്ടിയൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ പങ്കെടുക്കാതെ പുറത്തേക്ക് എത്തിയിട്ട് നാടാകെ കുഴഞ്ഞിക്കണില്ല മൗലവി, പണ്ടത്തെ മാരുന്നില്ലല്ലോ, വാപ്പാനെ കൊല്ലുകയല്ലേ മൗലവി, ഉമ്മാനെ തോന്നിയാസ് ചെയ്യുക. അതിലൊന്നും അള്ളാന്റെ മുന്നിൽ നമ്മുടെ മഹല്ലാർക്ക് പറയാൻ ഒരു ന്യായവും പടച്ചോന്റെ മുന്നിൽ ഉണ്ടാവില്ല. ഞാൻ ആക്ഷേപിക്കല്ല. അള്ളാഹു ചോദിക്കും, നാട്ടിലില്ലായിരുന്നോ, എത്തിച്ചില്ല. അതിന്റെ ദൗത്യം കൂടി നമ്മൾക്കുണ്ട്. ഇൻഷാ അള്ളാഹ് എല്ലാവരും 18 വയസ്സിന് മുകളിൽ നമ്മുടെ യുവാക്കളെ ആ ഒരു ക്യാമ്പിലേക്ക് ഒറ്റ ക്ലാസ് ഉള്ളൂ. അതിൽ അവരെ സംശയങ്ങൾ ചോദിക്കാനും ദീനിനെ പറ്റി സംസാരിക്കാനും വേണ്ടി മാത്രമാണ് ഇൻഷാ അള്ളാഹ്. ഈ പ്രവർത്തനങ്ങളൊക്കെ തുടർച്ചയായി ചെയ്യുവാനാണ് മഹല്ലിൽ ഒരാഴ്ചയിൽ ദഅവത്തിന് വേണ്ടിയുള്ള കളക്ഷൻ കൂടി നമ്മൾ നടത്താറുള്ളത്. ഉളുഹിയത്തിന്റെ കാര്യം മറക്കരുത്. നമ്മുടെ സുബഹി നമ്മുടെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുക, നമ്മുടെ മഹല്ലിലെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുക. ജമാഅത്തുകൾക്ക് ബാങ്ക് ഇങ്ങനെ കൊടുക്കുമ്പം അങ്ങാടിയിൽ കാണാൻ വെറുതെ നിൽക്കുന്ന സൗകര്യങ്ങൾ എന്തിനാണ്? ജീവിതത്തിനിടയ്ക്ക് ഒരു നെഞ്ചുവേദന വന്ന് അവിടെ കടന്ന് മരിക്കേണ്ടി വരും. അവനാന്റെ ജീവിതത്തിൽ വെള്ളിയാഴ്ച ഇനി പള്ളിയിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫോണിലെങ്കിലും നോക്കി സൂറത്ത് കഹ്ഫ് ഓതി നമ്മുടെ പള്ളിക്ക് വരുമ്പോൾ ഒരു ദീനിയായ ഒരു അറ്റ്മോസ്ഫിയർ, ഇസ്ലാമികമായ ഒരു മാഹൂൽ എന്ന് പറയും. അങ്ങനെ ഒരു സംഗതി ഉണ്ടാകണം, ഉണ്ട്, ഒന്നുകൂടി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സഹോദരിമാരുടെ ഭാഗത്തും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ഭക്തിയോടുകൂടി ജീവിക്കുവാനും അള്ളാഹുവിന് പ്രിയപ്പെട്ടവരായി ജീവിച്ച് മരണപ്പെട്ടു പോകാനും നാഥാ നീ തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ മക്കൾക്ക് നാഥ നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ വരുമാനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയണമേ റഹ്മാനെ. അള്ളാഹുവെ ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാതെ ധീരമുവഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥാ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ ഗൾഫ് നാടുകളിൽ ഞങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് നാഥ സമാധാനവും സമാശ്വാസവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും ഹിദായത്ത് കിട്ടിയ ഞങ്ങൾക്ക് ഈ ഹിദായത്ത് നഷ്ടപ്പെടാത്ത വിധം ഭക്തിയോടുകൂടി ജീവിക്കുവാനുമുള്ള ഈമാനും തഖ്വയും നാഥാ നിങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ നാഥാ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. اللهم اغفر للمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وإليك. آمين 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 برحمتك يا أرحم الراحمين.